ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെറും 3 ടൈപ്പ് ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ഓഫ് വൈറ്റ് ബീഡ്സും ആ ഒരു ഗോൾഡൻ കളറുമാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. കൊച്ചു പിള്ളേർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹെയർ ബോ വെക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ചെറിയ സ്ലൈഡ് വാങ്ങാൻ കിട്ടും. നമ്മളുടെ ജാസ്മിൻ മുല്ലപ്പൂവൊക്കെ വെക്കുന്ന കുഞ്ഞു സ്ലൈഡ് ഉണ്ടാവും. ആ ഒരു സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മെറ്റീരിയൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരുപാട് ബ്രൂച്ചസ് ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു 3 ടൈപ്പ് ബീഡ്സ് ആണ്. കണ്ടില്ലേ, ഈ ഒരു 3 ടൈപ്പ് ബീഡ്സും പിന്നെ 2 ടൈപ്പ് ഗിയർ വയറുകളാണ്. ഒന്ന് 3mm ഒന്ന് 5mm ആണ്. 5 അല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 3mm വന്നിട്ട് അത്ര തന്നെ കട്ടി ഉണ്ടാവില്ല, നൈസായിട്ടുള്ളൊരു ചെറിയ കമ്പി ആയിരിക്കും. പിന്നെ 5mm എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ബ്രൂച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ഹെവി ടൈപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ വേണ്ടത് ഈ ഒരു സിസറാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രൂച്ചസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു വലിയ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഇത്രയും വലിയ ബീഡ്സ് യൂസ് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് പാർട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, 2-3 ബീഡ്സ് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു വലിയ ബോളായിട്ടുള്ള ബീഡാണിത്. അപ്പോൾ നമ്മൾ ഇത് 2 സൈഡിലായിട്ട് കുഞ്ഞു ബീഡും നടുക്ക് വലിയ ബീഡും ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഒരു ബീഡും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളത് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയാൽ 2 സൈഡിലായിട്ട് 2 ചെറിയ ബീഡ്സും പിന്നെ നടുക്ക് വലിയ ബീഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ബീഡാണ് കേട്ടോ നമ്മുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. 2 സൈഡിലുള്ള കുഞ്ഞു ബീഡ്സ് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ബീഡ്സാണ് നമ്മളുടെ ഈ ഒരു പാർട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. വെറും 3 ബീഡ്സ് മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പിയിൽ ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കോർത്തിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. കാണുമ്പോൾ നല്ല ഭംഗി വേണം. അപ്പോൾ അത്രയും വൃത്തിയിലൊക്കെ വേണം നമ്മളിത് പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു ബീഡും കൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും കൂടെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 3 ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രൂച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട്. അടിപൊളിയാണ് നമ്മളുടെ ഈ ഒരു പാർട്ട് കാണാനായിട്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാർട്സ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായില്ലേ നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സ് ഒരുമിച്ച് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അടുത്ത പാർട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു 2 ബീഡ്സ് വെച്ചിട്ടാണ്. ഒന്ന് കുഞ്ഞു ബീഡ്സും ഒന്ന് വലിയ ബീഡ്സും ആണ്. ഇനി നമ്മൾ 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് ആ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇതുപോലെ പിരിച്ചതിന് ശേഷം അടുത്ത ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു 3 എണ്ണം ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 ബീഡും കൂടെ കോർത്തിട്ട് പിരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു വലിയ ബീഡ് ഇതിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ബീഡ് കോർത്തതിന് ശേഷം ഈ ഒരു പാർട്ടിൻ്റെ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും കൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ബാലൻസ് വരുന്ന 2 കമ്പി നമ്മൾ ഇതുപോലെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ബാലൻസ് വരികയാണെങ്കിൽ നമ്മളത് എടുത്ത് വെക്കുക, വേറെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 2 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട്. ഇതുപോലെ ഒരുപാട് പാർട്സ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു പാർട്സ് കാണാനായിട്ട് തന്നെ.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ 5mm ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിന് നമ്മളുടെ ഈ ഒരു കമ്പി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കമ്പിയുടെ ഈ ഒരു അറ്റം പിടിച്ചിട്ട് നന്നായിട്ട് വളച്ചിട്ട് പിരിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡൻ പാർട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നേരെ വെക്കുക കേട്ടോ. നേരെ വെച്ചിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ച് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അമർത്തി പിടിക്കണം. എന്നിട്ട് വേണം നമ്മളത് പിരിച്ചു കൊടുക്കാനായിട്ട്. എന്നാലേ അത് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫ്ലവർ ബീഡും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സിംഗിൾ ബീഡും കൂടെ കോർത്ത് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാർട്ടുകളും നമ്മൾ താഴെയായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ബീഡ്സ് ഇത് ബോളായിട്ടാണ് വരുന്നത്. അത് പാർട്ടാക്കിയിട്ടാണ് ഇതുപോലെയുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് 100 പീസിന് 300 രൂപ 350 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മളുടെ ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പ് അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഷോപ്പിലാണെങ്കിൽ അങ്ങനെയും കിട്ടും. ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ബീഡ്സ് വാങ്ങാൻ കിട്ടും. പിന്നെ ഈ ഒരു ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ബീഡ്സിന് പൊതുവേ റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. സാധാ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും നല്ല റേറ്റാണ്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ഒന്ന് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇനിയിപ്പോൾ ചെറുതിന് നമുക്ക് റേറ്റ് കുറഞ്ഞ രീതിയിൽ കിട്ടും. പിന്നെ ബൾക്കായിട്ടാണെങ്കിൽ അങ്ങനെയും കിട്ടും. ബൾക്കായിട്ട് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒരു മാലയ്ക്ക് നമുക്ക് 8 രൂപ 9 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഹോൾസെയിൽ റേറ്റിന് ബൾക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാലയ്ക്ക് 3 രൂപ 4 രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ കൂടുതലും നല്ലത് ഹോൾസെയിൽ റേറ്റിന് വാങ്ങുന്നതാണ്. ബൾക്കായിട്ട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആ ഒരു വലിയ ബീഡ്സിന് ഒരു മാലയ്ക്ക് 10 രൂപ 12 രൂപയൊക്കെ റേറ്റാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു വലിയ മാലയായിട്ട് ബൾക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 7 രൂപ 8 രൂപ ആ ഒരു റേറ്റിന് അവർ തരുന്നതാണ്. അപ്പോൾ ബൾക്കായിട്ട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. അപ്പം നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാവുന്നതാണ്. വളരെ റേറ്റ് കുറവാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് റേറ്റിന് മാറ്റമുണ്ട്. ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ റേറ്റാണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നേരിട്ട് പോയി വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പിക്ക് ഗിയർ വയർ, കോപ്പർ വയർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിൽ 3mm 5mm ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പി നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്. നമ്മളുടെ ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 35 രൂപ മുതലാണ് റേറ്റ് വരുന്നത്. 35ൻ്റെയും 60ൻ്റെയും ഇടയിലാണ് ഈ ഒരു കമ്പിക്ക് റേറ്റ് വരുന്നത്. ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഗിയർ വയറിന് ഇനിയിപ്പം 3 തന്നെ ആണെങ്കിലും 300 രൂപ 350 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ ബട്ടൺ ഹൗസിൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി നേരിട്ട് നമ്മൾ വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയാണ് നമ്മളുടെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിലും ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിൻ്റെ ലെങ്ത്ത് കൂട്ടാം. അപ്പോൾ ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു എൻഡിങ് കണ്ടില്ലേ, അത് നമ്മളിങ്ങനെ പിരിച്ച് വളച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ഭംഗിയിൽ പിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ആ ഒരു ഫ്ലവേഴ്സാണ്. ബ്രൂച്ചിൻ്റെ ഇടയിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ഹെയറിൽ ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ വളച്ച് ഷേപ്പിൽ കുത്തി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.